അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ പോവാണ്. അതിനു മുമ്പ് നമുക്കൊരു ചടങ്ങും കൂടിയുണ്ട്. ആ കാർഡ് ഒന്ന് നമുക്ക് എടുക്കണം. ഇന്ന് നിങ്ങൾക്ക് മിക്കവാറും കാർഡ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം 2 ടീം അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾക്ക് അവർക്കുള്ള കാർഡ് കാണിക്കേണ്ട സമയമായി. ഞാൻ കാണിക്കാൻ പോവാണ്. എന്നോട് വിഷമൊന്നും തോന്നരുത്. മനുഷ്യടാ ഗ്രീൻ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? റെഡ്, യെല്ലോ, ശിവരഞ്ജനിക്ക് ഗ്രീൻ കാർഡ്. ഹിന്ദോളത്തിനും കാവേരിക്കും മഞ്ഞക്കാർഡ്. ഒരു ടീം 2 റൗണ്ടുകളിൽ സ്കോർ ചെയ്തില്ല, ഒരു ടീം 1 റൗണ്ടിൽ സ്കോർ ചെയ്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുറ്റമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ 2 ടീംസിനും അടുത്ത എപ്പിസോഡിൽ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. സോ നല്ല ഉഷാറായിട്ട് വായോ. ഡോണ്ട് വറി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നൈജി കുഞ്ഞേ, ഇതെന്താണിത്? ഏയ് ചക്കരക്കുട്ടിയല്ലേ? വാ ഇനി വന്നേ വാ. അയ്യോ എന്തിനൊക്കെ അറിയണേ, നല്ല പോണല്ലേ. ഇങ്ങോട്ട് വാ. നൈജി ഇവിടെ ഏറ്റവും കൂടുതൽ ബസർ റൗണ്ടുകളിൽ ഷൈൻ ചെയ്തിട്ടുള്ള ആളാണ്. ഒരു ദിവസം നൈജിയുടെ അല്ലായിരുന്നു എന്ന് കരുതി ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഗ്രൂപ്പില് നൈജിയാണ് ഏറ്റവും നല്ല. 2 പേരുണ്ട് ഇതിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആളാണ്. ഞാൻ ഈ ബാബു, ഹരി അവരുടെയൊക്കെ ഗണത്തിലാണ് നൈജിനെ പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള ആളല്ലേ സിനിമാ പാട്ടുകളെ കുറിച്ച്. ഒരു ദിവസം നമ്മുടെ മോശമായിരുന്നു, വിട്ടേക്ക് കേട്ടോ. നൈജിക്ക് പിടിക്കാലോ. അടുത്ത എപ്പിസോഡിൽ തിരിച്ചു വരും. ഓക്കെ, സൂപ്പറായിട്ട്. ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നൈജി. രജനി സാറിന്റെ എല്ലാ പാട്ടുകളും നൈജി കണ്ടിരിക്കണമെന്നില്ല അല്ലേ? മലയാളം റൗണ്ട്സ് വരട്ടെ, നമ്മള് ഇവിടെ ഒണീക്സ് ഇലക്ട്രോണിക്സിന്റെ ക്യാഷ് പ്രൈസ് എത്ര തവണ നൈജി അടിച്ചുകൊണ്ട് പോകും നമുക്ക് കാണാം. നൈജിക്ക് തീരമുറങ്ങി തിരകളുറങ്ങി തെന്നലെ നീയുമുറങ്ങിയില്ല. മോഹമുറങ്ങി പുളകമുറങ്ങി പൂങ്കുയിൽ മാത്രമുറങ്ങിയില്ല. മോഹങ്ങൾ മാത്രമുറങ്ങിയില്ല. തീരമുറങ്ങി തിരകളുറങ്ങി തെന്നലെ നീയുമുറങ്ങിയില്ല. മോഹമുറങ്ങി പുളകമുറങ്ങി പൂങ്കുയിൽ മാത്രമുറങ്ങിയില്ല. മോഹങ്ങൾ മാത്രമുറങ്ങിയില്ല. കാൽ ചിലമ്പില്ലാതെ നൃത്തം ചവിട്ടിയ കാഞ്ചന താരകമേ, കാൽ ചിലമ്പില്ലാതെ നൃത്തം ചവിട്ടിയ കാഞ്ചന താരകമേ, ഒരു ചുംബനം പകർന്നേകിടും മുൻപേ മണ്ണിൽ മറഞ്ഞ് പോവരുതേ. എല്ലാവർക്കും ഈ കുഞ്ഞുങ്ങൾ കരയണ കാണുമ്പോൾ നമുക്കും മനസ്സ് വല്ലാതാവാണ്. ഒന്നും പേടിക്കണ്ട മോളെ, നമുക്ക് അടുത്ത റൗണ്ട് പിടിച്ചെടുക്കാമല്ലോ. ധൈര്യമായിട്ടിരി. ഓക്കെ, ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ കാർഡ് കൊടുക്കുന്ന പരിപാടി എനിക്ക് തരരുതെന്ന് പറഞ്ഞാൽ ഈ സെന്തില് ആണ് ഇതിൻ്റെ ഡയറക്ടറാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇനി ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും അടുത്ത തവണ വരുമ്പോൾ പ്രിപ്പയർഡ് ആയിട്ട് വരിക. ആർക്കും കാർഡ്, ഓൺലി ഗ്രീൻ കാർഡ്സ് കേട്ടോ. സെന്തിലേ ഡയറക്റ്റ് റെഡ് കാർഡ്. ഓക്കെ, റൈറ്റ്. എനിവേ അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾ തകർത്ത് വരിക, ഒരുപാട് സ്കോർസ് ചെയ്യണം.
റെഡ് വേണ്ട, യെല്ലോ വേണ്ട നമുക്ക്. ഓക്കെ, പ്രിപ്പയർഡ് ആയിട്ട് വരാം. ഈ സെന്തിലേട്ടൻ ഒരിക്കലും റെഡ് കാർഡ് കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണം, മണിമേള ദൈവമാണ് സെന്തിലേട്ടൻ. അപ്പോൾ ഞാൻ ആ റെഡ് കാർഡ് പിടിച്ചൻ. ഓ, എനിക്കിപ്പോഴും റെഡാണ്. ആ റെഡ് കാർഡ് കാണിച്ച റെഡ് കാർഡ് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഓക്കെ, ആ, അപ്പോൾ ഒരു പച്ച കാണിച്ചു കൊടുക്കാം അല്ലേ? ഗ്രീൻ കാർഡ് കൊടുത്തു. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ എപ്പിസോഡിൽ കൂടുതൽ മനോഹരമായ റൗണ്ടുകളുമായിട്ട് കാണും വരേക്കും ശുഭരാത്രി. അപ്പം നമുക്ക് വീണ്ടും മിണ്ടരുത് പറയ്. സന്ധിക്കും വരെ വണക്കവും.